ഹലോ, ഡേ 10. അപ്പോൾ ഇന്ന് ഡ്യൂട്ടിക്ക് വരാൻ ലേറ്റ് ആയിട്ടാണ്. മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. ഇപ്പോൾ ബ്രേക്ക് ടൈമിലാണ് ഇപ്പോൾ എൻട്രോ എടുക്കുന്നത് കേട്ടോ. ഇന്ന് നമുക്ക് പോയി ചായ കുടിക്കാം. ദോശ ബ്രേക്ക് കഴിഞ്ഞിട്ടാ. നല്ല ദോശയും ചട്നിയും ഒരു കോഫിയും കുടിച്ചതാണ് നടക്കുന്നത്. വേറെന്താ വിശേഷം? ഇതൊക്കെ ഇങ്ങനെ ഓരോ വണ്ടി ഇങ്ങനെ ഇടക്കിടക്ക് വന്നിട്ട് ഇതൊക്കെ ക്ലീനായി കൂട്ടാ. ടേസ്റ്റ് അറിയുമ്പോൾ തന്നെ മക്കളെ ഇവിടത്തൊക്കെ എനിക്ക് തോന്നുന്നതേ ബാത്റൂമായിരുന്നു ഉപയോഗശൂന്യമായി. ആദ്യം എന്തൊക്കെ ഉണ്ടായിരുന്നു. വേറെ എന്തെങ്കിലും വരും, കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും കൂടി വരും. വരാതിരിക്കില്ല. ഇവിടെ പെട്ടെന്നാണ് ഓരോ ബിൽഡിങ് പൊന്തുന്നത് കേട്ടോ. ഇന്നത്തെ ഷിഫ്റ്റ് കഴിഞ്ഞിട്ടാ, ഉച്ച ഷിഫ്റ്റ്. ഇനി നേരെ റൂമിൽ കിട്ടാ. ഭയങ്കര വെയിലാ, സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇനി കുറച്ച് ദൂരം നടക്കണം. ഏകദേശം 10 മിനിറ്റ് 15 മിനിറ്റ് ഉണ്ട്. സ്പീഡിൽ വന്നാൽ 10 മിനിറ്റിലെത്തും. നല്ല സ്പീഡിൽ വന്നാൽ 5 മിനിറ്റ് 7 മിനിറ്റിലെത്തും. അങ്ങനെയൊക്കെ ഓടിപ്പോയി എത്തിന ശരീരം മൊത്തം കുഴയിട്ടു. അതുപോലത്തെ വെയിലാണ്. നമ്മൾ റൂംമേറ്റ് ആട്ടാ, കിരൺ ഫ്രം ആലപ്പുഴ. സൂപ്പർവൈസറാണ് ഹോട്ട് ഫുഡിലെ. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് വയ്യേ ആയിവാ. എന്താ രസല്ലേ അടിക്ക് നോക്കുമ്പോ. ആ കാണുന്നത് NMC ഹോസ്പിറ്റലാട്ടാ. ഇതുപോലെ ഒരുപാട് ഹോസ്പിറ്റൽസ് ഇവിടെ ഉണ്ട്. NMC ആണ് വലിയൊരു ഗ്രൂപ്പാണ്. നമ്മുടെ റൂമിന് നേരെ ഓപ്പോസിറ്റ് ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പോകണമെന്ന് വിചാരിക്കും, പക്ഷെ ഇതുവരെയായിട്ട് പോകാൻ പറ്റില്ല. പോയി ഫീസും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കി. 2 ദിവസം വർക്കൗട്ടിന് പോയി, പക്ഷേ ടൈം കിട്ടുന്നില്ല. അതാണ് മെയിൻ റീസൺ. തിരിച്ച് ഡ്യൂട്ടിക്ക് പോകട്ടോ. സമയമായി. ഇപ്പോൾ സമയം 8 മണിയാവുന്നത്. നാട്ടിലെ ഏകദേശം 9 ആവുന്നുണ്ടാവും. ഇന്ന് മൺഡേ ആണ്. ഇപ്പോൾ നോർമൽ ടൈമിങ് തന്നെ കേട്ടോ. ക്ലോസിങ് ഏകദേശം 12 മണി. ഇപ്പോൾ പെരുന്നാൾ വരികയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ തിരക്കുണ്ടാവും. കൂടുതൽ തിരക്കുണ്ടാവാം ലൈഫ് സ്റ്റൈൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്യാൻ അത്യാവശ്യം തിരക്കുണ്ടാവാറുണ്ട്. എല്ലാവർക്കും പെരുന്നാളൊക്കെ അടിച്ച് പൊളിക്കുക. പക്ഷെ നാട്ടിൽ ഭയങ്കര മഴയാണല്ലോ. മഴ ആയതുകൊണ്ട് പെരുന്നാളൊക്കെ എങ്ങനെയായിരിക്കും. ഇവിടെ മഴ ഇല്ല. ഇവിടെ ഒടുക്കത്തെ ചൂടും ഭയങ്കര പൊഴുക്കൊക്കെയാണ്. ഇവിടുത്തെ പെരുന്നാളിലൊന്നും ആരും പുറത്തേക്ക് ഇറങ്ങില്ല. പള്ളിയിൽ പോയി കഴിഞ്ഞിട്ട് നേരെ റൂമിൽ വരിക, അല്ലെങ്കിൽ ഡ്യൂട്ടിക്ക് പോവുക. പെരുന്നാളിൻ്റെ ദിവസം അങ്ങനെ ലീവ് കിട്ടില്ല, ഡ്യൂട്ടി ഉണ്ടാവും. ആ ലീവ് വേറെ ദിവസം കിട്ടുക ചെയ്യുക. പക്ഷെ ആ ദിവസം 8 മണിക്കൂർ ഡ്യൂട്ടി ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ഇന്നിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് നേരെ റൂമിലോട്ട്. എൻ്റെ സെക്ഷനിൽ ലാസ്റ്റ് ഞാനത് ഇറങ്ങുന്നത്. ഞാനും പിന്നെ എൻ്റെ സെക്ഷനിലുള്ളവരും. ബാക്കിയുള്ളവരൊക്കെ പോയി റൂമിലേക്ക്. അത്യാവശ്യത്തിന് പണി ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ച് വെച്ചിട്ടാണ് ഇപ്പോൾ പോണത്. പിന്നെന്താ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നാളെ കാണാം.